Radio Apps 91.0, where every voice matters. ഹായ് ഹലോ നമസ്കാരം. ആപ്സ് റേഡിയോ 91.0യിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആർജെ ഇബ. ഞാൻ ആർജെ അബിയ. ഓഗസ്റ്റ് 8ന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം. അന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് ഇന്നത്തെ ആപ്സ് റേഡിയോയിലൂടെ നമുക്ക് കേട്ടാലോ? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്താണെന്നും അതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്നും അയാനയുടെ വാക്കിലൂടെ നമുക്ക് കേട്ടാലോ? നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളിലൊന്നായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ കുറിച്ചാണ്. 1942 ഓഗസ്റ്റ് 8 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിജി ചെയ്യൂ അല്ലെങ്കിൽ മരിക്കൂ, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകി. ബ്രിട്ടീഷ് ഭരണാധികൾ ഉടൻ ഇന്ത്യ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമാണ്. ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വലിയ ഊർജവും പ്രചോദനവും നൽകി. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരദേശഭക്തരെ നമുക്ക് ആദരിക്കാം. നന്ദി അയാന. നമുക്കൊരു ദേശഭക്തി ഗാനം കേട്ടാലോ? അതിനായി ഇഷ സക്കീറിനെ ക്ഷണിക്കുന്നു. ജനകോടികൾക്കു ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം, ജനഭാരതാംബയ്ക്ക് വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയ മമ്മേ. ഭാരതാമോചനം ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുന്നീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതാമോചനം ധീരദേശാഭിമാനികളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, ജനകോടികൾക്കു ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ നന്ദി ഇഷ സക്കീർ. അതിനാൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ആത്മാവിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഐക്യത്തോടെയും ഉത്തരവാദിത്തത്തോടെയും മുന്നോട്ട് നീങ്ങാം. സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചവും തലമുറകൾക്കപ്പുറം പകരാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇതോടെ ഇന്നത്തെ ആപ്സ് റേഡിയോ ഇവിടെ സമാപിക്കുന്നു. വീണ്ടും വരുവരേക്കും ബൈ ബൈ.